നമസ്കാരം. എക്സെൻട്രിക് ടേണിങ്ങിനെ കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യുവാനാകും: എക്സെൻട്രിക് സെന്ററും സർക്കിളും മാർക്ക് ചെയ്യുവാൻ, എക്സ്റ്റേണൽ എക്സെൻട്രിക് ഡയമീറ്റർ ട്രൂ ചെയ്യുവാൻ, എക്സെൻട്രിക് ടേണിംഗ് പഠിക്കുക. ഈ എക്സർസൈസിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും ഇനി പറയുന്നവയാണ്: ലെയ്ത്ത്, 4-ജോ ചക്ക്, ചക്ക് കീ, ടൂൾ പോസ് കീ, ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്, കട്ടിംഗ് ടൂൾസ്, വെർനിയർ കാലിപ്പർ, സ്റ്റീൽ റൂൾ, യൂണിവേഴ്സൽ സർഫേസ് ഗേജ്, marking media, vernier height gauge, V-block with clamps, center drill, center punch, dot punch, ball peen hammer. വ്യത്യസ്ത ഡയാമീറ്ററുകളിലും വ്യത്യസ്ത ആക്സിസുകളിലും ടേണിംഗ് ചെയ്യുമ്പോൾ അത് എക്സെൻട്രിക് ടേണിംഗ് എന്ന് പറയുന്നു. എക്സെൻട്രിക് ടേണിംഗ് ഓഫ്സെറ്റ് ടേണിംഗ് എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു തരം ലെയ്ത്ത് പ്രവർത്തനമാണ്. ക്രാങ്ക് ഷാഫ്റ്റ് പോലെയുള്ള സ്പിൻഡിൽ ആക്സിസിൽ കോൺസെൻട്രിക് അല്ലാത്ത ഫീച്ചറുകളുള്ള ഭാഗങ്ങൾ മെഷീൻ ചെയ്യുവാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഈ എക്സർസൈസിലൂടെ എക്സെൻട്രിക് ടേണിംഗ് എങ്ങനെ നടത്താമെന്ന് നമുക്ക് പഠിക്കാം. വെർനിയർ കാലിപ്പറും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് റോ മെറ്റീരിയലുകളുടെ സൈസ് പരിശോധിക്കുക. ഒരു ചക്കിയുടെ സഹായത്തോടെ ഒരു ഇൻഡിപെൻഡന്റ് 4-ജോയിൽ ജോബ് മൗണ്ട് ചെയ്യുക. ചക്കിന് പുറത്ത് മാക്സിമം ലെങ്ത് നിലനിർത്തിക്കൊണ്ട് ഒരു സർഫേസ് ഗേജ് ഉപയോഗിച്ച് ജോബിന്റെ ട്രൂനെസ് പരിശോധിക്കുക. ജോബിന്റെ ഒരെൻഡ് ഫേസിംഗ് ചെയ്യുക. $80 മില്ലിമീറ്റർ ഡയമീറ്ററിൽ മാക്സിമം ലെങ്തിൽ ടേണിംഗ് ചെയ്യുക. മുഖാമുഖം 1.5 മില്ലിമീറ്റർ 45 ഡിഗ്രിയിലേക്ക് ഫേസ് ചെയ്ത എൻഡുകൾ ചേംഫർ ചെയ്യുക. ജോബ് റിവേഴ്സ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ട്രൂ ആക്കുക. ജോബിന്റെ അടുത്ത എൻഡ് ഫേസിംഗ് ചെയ്യുക. ബാക്കിയുള്ള ലെങ്ത് 80 മില്ലിമീറ്റർ ഡയമീറ്ററിൽ പ്ലെയിൻ ടേൺ ചെയ്യുക. ചക്കിൽ നിന്ന് ജോബ് നീക്കം ചെയ്യുക. ക്ലാമ്പുകളുടെ സഹായത്തോടെ V-ബ്ലോക്കിൽ ഫിനിഷ് ടേൺ ചെയ്ത റോഡ് ക്ലാമ്പ് ചെയ്യുക. വർക്ക് പീസിന്റെ 2 എൻഡ് ഫേസുകളിലും മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. വർക്ക് പീസിന്റെ മധ്യഭാഗം കണ്ടെത്തുന്നതിനാവശ്യമായ ലെങ്തിലേക്ക് ഹൈറ്റ് ഗേജ് സെറ്റ് ചെയ്യുക. രണ്ട് എൻഡ് ഫേസുകളിലും വർക്ക് പീസിന്റെ കോൺസെൻട്രിക് സെന്റർ സ്ക്രൈബ് ചെയ്ത് മാർക്ക് ചെയ്യുക. എക്സിസ്റ്റിംഗ് റീഡിംഗിലേക്ക് 20 മില്ലിമീറ്റർ ആഡ് ചെയ്യുക. എക്സെൻട്രിക് സെന്റർ കണ്ടെത്തുന്നതിന് ഹൈറ്റ് ഗേജ് സെറ്റ് ചെയ്യുക. രണ്ട് എൻഡ് ഫേസുകളിലും വർക്ക് പീസിന്റെ കോൺസെൻട്രിക് സെന്റർ സ്ക്രൈബ് ചെയ്ത് മാർക്ക് ചെയ്യുക. ഒരു സെന്റർ പഞ്ചും ഒരു ബോൾ പീൻ ഹാമറും ഉപയോഗിച്ച് കോൺസെൻട്രിക്കും എക്സെൻട്രിക്കും സെന്ററുകൾ വിറ്റ്നസ് മാർക്കിംഗ് ചെയ്യുക.
ഒരു ഡിവൈഡർ ഉപയോഗിച്ച് എക്സെൻട്രിക് സെന്റർ പോയിന്റായി 26 mm ഡയാമീറ്ററിൽ ഒരു ഗൈഡ് സർക്കിൾ വരയ്ക്കുക. ഡോട്ട് പഞ്ച്, ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ഗൈഡ് സർക്കിൾ വിറ്റ്നസ് മാർക്കിംഗ് ചെയ്യുക. ടേണിംഗ് ചെയ്ത ഡയാമീറ്ററിൽ ഒരു 4 ജോ ഇൻഡിപെൻഡന്റ് ചക്കിൽ ജോബ് ഹോൾഡ് ചെയ്യുക. യൂണിവേഴ്സൽ സർഫസ് ഗേജ് ഉപയോഗിച്ച് കോൺസെൻട്രിക് സെന്റർ ലെയ്ത്തിന്റെയും സെന്ററിനും നേർരേഖയിലാണെന്ന് ഉറപ്പാക്കുക. ഒരു ജോ ഓപ്പൺ ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റ് ജോ ടൈറ്റ് ചെയ്യുക. അങ്ങനെ ജോബിന്റെ സെന്റർ നീക്കുവാൻ സാധിക്കും. എക്സെൻട്രിക് സെന്റർ ലെയ്ത്ത് സെന്ററുമായി നേർരേഖയിൽ വരുന്നതുവരെ പ്രവർത്തനം ആവർത്തിക്കുക. യൂണിവേഴ്സൽ സർഫേസ് ഗേജിന്റെ സഹായത്തോടെ ട്രൂ എക്സെൻട്രിക് സർക്കിളുകൾ പരിശോധിക്കുക. ഇപ്പോൾ 25.4 മില്ലിമീറ്ററും 25 മില്ലിമീറ്ററും നീളമുള്ള ഒരു എക്സെൻട്രിക് ഡയാമീറ്റർ രൂപപ്പെടുത്തുന്നതിന് സ്റ്റെപ്പുകളിൽ ടേണിംഗ് നടത്തുക. എക്സെൻട്രിക് ഡയാമീറ്ററിന്റെ എൻഡ് 1 മില്ലിമീറ്റർ 45 ഡിഗ്രിയിൽ ചേംഫർ ചെയ്യുക. 0.5 മില്ലിമീറ്റർ ആഴത്തിലും 2 mm വീതിയിലും അണ്ടർ കട്ട് ചെയ്യുക. ആവശ്യമെങ്കിൽ പാർട്ടിംഗ് ചെയ്തുകൊണ്ട് വർക്ക് പീസിന്റെ അധിക നീളം റിമൂവ് ചെയ്യുക. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് വർക്ക് പീസ് ഡീബർ ചെയ്യുക. ഒരു വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് ഡയാമീറ്റർ 80 mm ലെങ്ത് 25 mm ആണെന്ന് അളന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ഒരു മൈക്രോമീറ്ററും വെർനിയർ കാലിപ്പറും ഉപയോഗിച്ച് ഡയാമീറ്റർ 25.4 മില്ലിമീറ്ററും ലെങ്ത് 25 മില്ലിമീറ്ററുമാണെന്ന് അളന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. വർക്ക് പീസിൽ ഒരു തിൻ കോട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൂടുതൽ പരിശോധനയ്ക്കായി സൂക്ഷിക്കുക. റീക്യാപ്പ്: നമ്മൾ പഠിച്ചത് എക്സെൻട്രിക് സെന്ററും സർക്കിളും മാർക്ക് ചെയ്യുവാൻ, എക്സ്റ്റേണൽ എക്സെൻട്രിക് ഡയാമീറ്റർ ട്രൂ ചെയ്യുവാൻ, എക്സെൻട്രിക് ടേണിംഗ് എന്നിവ പഠിച്ചു. എക്സെൻട്രിക് ടേണിംഗ് നടത്തുന്നതിനെക്കുറിച്ചാണ് ഈ സെഷനിൽ നാം ചർച്ച ചെയ്തത്. അടുത്ത സെഷനിൽ കാണാം.